ഇന്ന് പരിചയപ്പെടുന്നത് കുനമ്മാവോട് ചേർന്ന് മാടമ്പി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല വിശാലമായ സ്പേസൊക്കെ ആയിട്ട് പറമ്പിനൊന്നും ഒരു കുറവില്ലാതെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവിടെ കുടിവെള്ളത്തിൻ്റെ കിണർ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ വാട്ടർ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലൈനും കാര്യങ്ങളെല്ലാം റെഡിയാണ്. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. 1-2 വണ്ടി സുഖമായിട്ട് കയറ്റിടാൻ പറ്റും. വീടിൻ്റെ അകത്തോട്ട് കയറുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കോട് കൂടിയ ഒരു ഹാള് കാണും. ഹാളോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ല TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തേക്കണ ഒരു വാഷ് ബേസിൻ സെറ്റപ്പ് ഉണ്ട്. നീറ്റായിട്ടുള്ളൊരു പ്രൈവസി ഡിസൈൻ ഉണ്ട്. അത് ഡിസൈനിലാണെങ്കിലും സ്പേഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് ഓരോ ഫ്ലവർ വൈസ് കാര്യങ്ങളെല്ലാം വെക്കാം. രൂപക്കൂട് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഇനി കിച്ചൺ നോക്കാം നമുക്ക്. നല്ല വലിപ്പമുള്ള കിച്ചണാണ്. ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം വെച്ചാൽ തന്നെ പിന്നെ നമുക്ക് കിച്ചണിൽ സ്പേസ് ഉണ്ടാവും. നമുക്ക് വർക്ക് ഏരിയ നോക്കാം. വീടിൻ്റെ ബാക്കിൽ ഇത്ര സ്പേസ് ഉണ്ട്. വർക്ക് ഏരിയ ഒരു ചെറിയ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. കിച്ചണിൽ നിന്ന് നേരെ ഇത് ഓപ്പൺ കിച്ചൺ അങ്ങനെ ഇതിൽ ഭംഗിയായിരിക്കും, എന്നാലും നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫാൻ കാര്യങ്ങളെല്ലാം കാണാം. നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് താഴത്തെ 2 ബെഡ്റൂമാണ് നല്ലത്. ഫസ്റ്റ് ഒരു ബെഡ്റൂമിലാണ് നമ്മൾ കയറിയത്. ഫോൾ സീലിംഗ് വർക്ക് ഫാനെല്ലാം ഉണ്ട്. നല്ലൊരു വാർഡ്രോബ് ഉണ്ട്. നല്ലൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഹോളിലെ സ്പേസ് കണ്ട നല്ല സ്പേഷ്യസ് ആണ്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിലും ഒരു അലമാര കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാത്റൂമിൻ്റെ വാതിലുകളൊക്കെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ഏരിയനെ പറ്റി പറയുകയാണെങ്കിൽ മാടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനമ്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടുന്ന് നമുക്ക് കാക്കനാട് പോകാനായിട്ടാണെങ്കിലും ആലുവ പോകാനാണെങ്കിലും എടപ്പള്ളി അങ്ങനെ എല്ലാ ഏരിയയിലോട്ടും നമുക്ക് അധികം ഡിസ്റ്റൻസ് വരത്തില്ല. മുകളിലത്തെ യൂട്ടിലിറ്റി സ്പേസിനകത്ത് ഒരു നല്ല ഡെസ്ക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഓഫീസ് വർക്കൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തേക്കുന്നത്. അതുപോലെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലുള്ള 2 ബെഡ്റൂമിലോട്ട് കയറാം. ഇതൊരു മാസ്റ്റർ ബെഡ്റൂം പോലെയുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാർഡ്രോബ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ബാത്റൂമുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് പുറത്തേക്ക് നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് മുകളിലുള്ളത്. ഇതൊരു നോർമൽ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ കണ്ടിട്ടുണ്ട് വിത്ത് വാർഡ്രോബ്. ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലോട്ട് പോകാം. ബാൽക്കണി സ്പേസും നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് സൈലൻ്റായിട്ട് നിൽക്കാം. ഈ ഒരു ബിസി ആയിട്ടുള്ളൊരു ടൈമിൽ വരെ ഇവിടുത്തെ സ്പേസ് സൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒച്ചപ്പാടോ ബഹളോ അധികം ഇല്ലാത്ത ഒരു നീറ്റായിട്ടുള്ള കാമാൻ പോയിട്ട് ഏരിയ. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ ഇത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസാണ്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം വെക്കാനായിട്ട് സ്പേസ് കൊടുത്തേക്കണേ. അതുപോലെ മുകളിലോട്ടുള്ള ആക്സസ് ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് മുകളിലോട്ട് കയറി നോക്കാം.
ഈ മുകളിലാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഡ്രസ്സറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. സ്ക്വയർ ഫീറ്റും കാര്യങ്ങളെല്ലാം കൂടുതലാണ്. നല്ലൊരു കാമാൻ ക്വയറ്റായിട്ടുള്ള ഏരിയയാണ്. ഒരു ഹൗസിംഗ് കോളനി പോലെ വന്നിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ കുടിവെള്ളത്തിന് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു കുഴൽ കിണറൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. വീടുകളെ പറ്റി അത്രയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ്. പക്ഷേ ഒരു വീട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഗതാഗതമാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും അങ്ങനെയെല്ലാം ഇണങ്ങിച്ചേർന്ന ഒരു നല്ല സ്പേസാണ്. ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം വില വിവരങ്ങളൊക്കെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇനി ഈ വീടിനെ പറ്റി ഡീറ്റെയിൽസ് അറിയാനൊക്കെ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അടുത്തൊരു വീടിൻ്റെ ഡീറ്റെയിൽസായിട്ട് വരണവരെ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കട്ടെ.